Hello everyone, welcome back to Silent Learning. It's me, Jamshad. Definitely ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ എക്സാം സെന്ററിലേക്ക് അല്ലെങ്കിൽ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കാണേണ്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ്. ധാരാളം OMR ഷീറ്റിന്റെതും അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു എക്സാം ഹാളിൽ ക്യാരിഡ് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒറ്റ വീഡിയോയിൽ പറയുന്നതാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹോൾ ടിക്കറ്റ് ഒരിക്കലും മറന്നു പോകരുത്. ഡെഫിനറ്റ്ലി നിങ്ങളെ USS എക്സാമിന് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ആ രജിസ്റ്റർ നമ്പർ നിങ്ങൾ OMR ഷീറ്റിൽ എഴുതേണ്ടതുണ്ട് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ചിലപ്പോൾ മിക്കവാറും ചിലപ്പോൾ എന്തായിരിക്കും സ്കൂളിലൊക്കെ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവർ തന്നെ സെറ്റ് ആയിക്കോളും, അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ നമ്പർ അവർക്ക് ഓർമ്മയുണ്ടാകും. എന്തായാലും നിങ്ങൾ എന്താക്കുക, ഹോൾ ടിക്കറ്റിന്റെ കാര്യം ഒരിക്കലും മറന്നു പോകരുത്, അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ നോക്കാം. നെക്സ്റ്റ് വൺ, ഇത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നെക്സ്റ്റ് വൺ, ഇതില് നെയിം ചേഞ്ചിങ് ഷുഡ് ബി ഡൺ ബിഫോർ എക്സാമിനേഷൻ. എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേര് മാറ്റുക എന്നുള്ള പ്രക്രിയ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള ആ ഒരു എക്സാക്ട് പേര് തന്നെയാണോ നിങ്ങളുടെ ഡോക്യുമെന്റിൽ ഉള്ളത് കറക്റ്റ് ആക്കിയിട്ട് സെറ്റ് ആണോ എന്ന് നോക്കുക. സ്കൂളിലുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ ഒരു ഹോൾ ടിക്കറ്റിലുള്ള ഈ ഒരു പേര് കറക്റ്റ് ആക്കിയതിനു ശേഷം മാത്രം എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചെക്ക് ദ ബെഞ്ച് ടു ക്ലാരിഫൈ യുവർ രജിസ്റ്റർ നമ്പർ. രജിസ്റ്റർ നമ്പർ മിക്കപ്പോഴും ആ ഒരു ബെഞ്ചിൽ ഒട്ടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് എഴുതിയിട്ടുണ്ടാകും. അത് തന്നെയാണോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്നുള്ളത്, എക്സാക്ട് രജിസ്റ്റർ നമ്പർ എന്നുള്ളത് കൺഫേം ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ABCD എന്ന് പറഞ്ഞിട്ട് 4 സെറ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, പക്ഷെ അത് ഷഫിൾ ചെയ്തിട്ടാണ് ABCD. ഒരു ബെഞ്ചിൽ 4 ആളാണെങ്കിൽ 4 ആൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആയിരിക്കും, പക്ഷേ അതിന്റെ ആ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു സീരിയൽ നമ്പർ മാറ്റുണ്ടാവും. അങ്ങനെയാണ് ABCD എന്നുള്ള ആ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് മാറിപ്പോയാൽ കംപ്ലീറ്റ് ആൻസറും തെറ്റുന്നതാണ്. സോ അത് കെയർഫുൾ ആയിരിക്കുക. ഓക്കെ, ബെഞ്ചിൽ ആ ഒരു രജിസ്റ്റർ നമ്പർ സെറ്റ് ആണോ നോക്കുക. നെക്സ്റ്റ് വൺ, ഒരിക്കലും മറക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പെന്ന്. ഓക്കെ, പെന്ന് ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, ഇതിലേതെങ്കിലും ഒരു പെന്നാണ് നിർബന്ധമായിട്ടും വേണ്ടത്. ഒന്നിലധികമോ എടുക്കാം. ഓക്കെ, രണ്ടും കൂടി മിക്സ് ആയിട്ട് എടുക്കരുത്. അല്ലാതെ പെൻസിലും കൊണ്ടൊന്നും ബബിൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എഴുതാൻ ഒന്നുമില്ല, ആക്ച്വലി ഹോർട്ടിക്കലിച്ച് കാര്യങ്ങൾ പൂരിപ്പിക്കാനേ ഉള്ളൂ, അല്ലാത്തതൊന്നും എഴുതാനുള്ളൂ, ജസ്റ്റ് ബബിൾ ചെയ്യാനുള്ളൂ. അതിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ടോ. ഓക്കെ, ഏതായാലും പെൻ എടുക്കാൻ മറക്കരുത്, അത് ഉറപ്പാണ് അല്ലെ. 2 പെൻ എടുക്കാം. ഓക്കെ, അത് സെയിം കളർ തന്നെ എടുക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഗ്രീൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റെഡ് അങ്ങനത്തെ കളർ ഒന്നും എടുക്കരുത്. ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, ഇത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ചൂടുകാലമാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ എടുക്കുക. ഡെഫിനറ്റ്ലി അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. മിക്കപ്പോഴും ഫാൻ ഉണ്ടെങ്കിൽ കൂടി ഭയങ്കര വിങ്ങലായിരിക്കും ആ ഒരു സമയത്ത്, ഉച്ച സമയത്തൊക്കെ എക്സാം ഉണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് ബോട്ടിൽ ഓഫ് വാട്ടർ എടുക്കുക. ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും റീഫിൽ ചെയ്ത് വീണ്ടും അത് സൂക്ഷിക്കുക രണ്ടാമത്തെ എക്സാമിനേഷനിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ OMR ഷീറ്റിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന് 1 by 1 നമുക്ക് നോക്കാം. ഓക്കെ, 2 OMR ഷീറ്റ് ഉണ്ടാവുക. ഫസ്റ്റ് എക്സാമിന് ഈ ഒരു കളറിൽ, സെക്കൻഡ് എക്സാമിന് ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക. എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് നോക്കാം. ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നും വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ ആണല്ലേ. ഇതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് മെത്തേഡ് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടില്ലേ, ഈ ഒരു മാർക്കിംഗ് രീതിയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ കറുപ്പിക്കുക, അല്ലാതെ ഇങ്ങനെ തെറ്റിടുക, അത് ക്രോസ് ചെയ്യുക അങ്ങനെ പാടില്ല. അല്ലെങ്കിൽ ഹാഫ് ആയിട്ട് മാർക്ക് ചെയ്യുക, അത് പറ്റില്ല. അല്ലെങ്കിൽ ടിക്ക് ഇടുക, അങ്ങനെയൊന്നും പാടില്ല. അതല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങനെ മാത്രം ചെയ്യുക, അതൊന്നും പാടില്ല. ശരിക്കും മാർക്ക് ചെയ്യേണ്ടതാ ഇങ്ങനെ കംപ്ലീറ്റ് ആ റൗണ്ട് എന്താക്കുക, കംപ്ലീറ്റ് ഉൾക്കൊള്ളുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, നിങ്ങളുടെ പേര് എഴുതാനുണ്ടാകും. ആ പേര് എഴുതുന്ന സ്ഥലത്ത് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, എന്റെ പേര് എഴുതുകയാണെങ്കിൽ ഓക്കെ, കുറച്ചുകൂടി കട്ടി കുറയ്ക്കുക അല്ലെ. കണ്ടോളൂ, വളരെ കൃത്യമായിട്ട് കണ്ടോളൂ. JMSHAD. ഓക്കെ, ജംഷാദ് അലി എന്നാണ് എന്റെ പേര്. ഓക്കെ, ജംഷാദ് അലി. അത് 2 നെയിം ആണെങ്കിൽ ചിലതുണ്ടാകും മുഹമ്മദ് ജാബിർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്യാപ്പ് ഇടുക. എന്റെ ഇതിൽ എന്തില്ല, ഗ്യാപ്പ് ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതും. പിന്നെ ഇനീഷ്യൽ എഴുതുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ സ്പേസിന് ഒരു കള്ളി അങ്ങോട്ട് ഒരു ബോക്സ് അങ്ങോട്ട് ഒഴിവാക്കി വെക്കുക. എന്നിട്ട് ഒരു അടുത്ത ബാക്കി ഇനീഷ്യലുകൾ അങ്ങനെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഡെഫിനറ്റ്ലി ഇങ്ങനെ ആ ഒരു ഇനീഷ്യൽ എഴുതുന്ന ആ ഒരു പോയിന്റ് ഇടാതെ എന്താക്കുക, ഒരു ഗ്യാപ്പ് അവിടെ ഒഴിച്ചിടുക എന്നാണ്. ചിലതിന്റെ പേര് 2 പേരുണ്ടാവും. ഓക്കെ, ജംഷാദ് അലി തന്നെ 2 പേരായിട്ടാണ് നിങ്ങളുടെ എക്സാക്ട് സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഒക്കെ ഉള്ളതെങ്കിൽ അവിടെ ആ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ അത് കൺഫേം ചെയ്തതിന് ശേഷം പോവാം. പിന്നീട് റോൾ നമ്പർ ആണ്. റോൾ നമ്പർ ഫില്ല് ചെയ്യേണ്ട രൂപം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സപ്പോസ് എന്റെ റോൾ നമ്പർ 453525 എന്നാണെന്ന് വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫില്ല് ചെയ്യും? ഫസ്റ്റ് ഈ 4 എന്നുള്ളത് ഇവിടെ ഈ ഒരു റോയിൽ ഏതാണ് നോക്കാം. ഓക്കെ, 4 എന്നുള്ളത് ഏതാണെന്ന് നോക്കാം.
ജസ്റ്റ് നോക്കാം. 4 എന്നുള്ളത് ഇവിടെയാണ്. ഓക്കെ, ജസ്റ്റ് ഓക്കെ, ഇവിടെയാണ് 4. അപ്പൊ ഞാൻ ഇവിടെ എന്താക്കണം, ബബിൾ ചെയ്യണം. പിന്നീട് 5 എവിടെയാണ് നോക്കണം. 5 ഇതാ ഇവിടെയാണ്, ഇവിടെ ബബിൾ ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇവിടെ ബബിൾ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ 3 ആണ്, അപ്പൊ ഇത്ര ഇവിടെ ബബിൾ ചെയ്യുന്നു. പിന്നീട് 5 വരുന്നത് ഇവിടെയാണ്, അവിടെ ബബിൾ ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ ആ ഒരു നമ്പർ ആ ഒരു റോയിൽ പിന്നീട് അത് കാണില്ല. അത് ചെക്ക് ചെയ്താൽ മതി. ആ ഒരു നമ്പർ ആ ഒരു റോയിൽ പിന്നീട് കാണുന്നുണ്ടോ എന്ന് അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഡെഫിനറ്റ്ലി സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇതുപോലെ എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ഉണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു നമ്പർ ഉണ്ടാകും. 1 2 3 4 5 6 ഒരു 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അതും ഇതുപോലെ എക്സാക്ട് സെയിം ആയിട്ട് ബബിൾ ചെയ്യാം. പിന്നെ ഈ സെറ്റ് ഏതാണെന്ന് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ആ സെറ്റിനനുസരിച്ച് ഇവിടെ എന്താക്കുക, അതും ബബിൾ ചെയ്യാം. ഓക്കെ, പിന്നീട് നിങ്ങൾ മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ സെലക്ട് ചെയ്തത്, ചിലപ്പോൾ തമിഴ് അതുപോലെ തന്നെ കന്നഡ സെലക്ട് ചെയ്ത ആൾക്കാരുണ്ടാകും. ഓക്കെ, പാലക്കാടൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ തമിഴ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. വാടകോ എന്തായാലും മലയാളം ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ഏതാണോ സെലക്ട് ചെയ്തത് അതൊന്നും ടിക്ക് ഇടാൻ പാടില്ലേ, മറക്കരുത്. ടിക്ക് ഇടാൻ പാടില്ല, കംപ്ലീറ്റ് ബബിളിംഗ് ആണ്. സപ്പോസ് മലയാളം ആണെങ്കിലും മലയാളത്തിന്റെ നേരെ എന്താക്കുക, ഇങ്ങനെ ബബിൾ ചെയ്ത് കംപ്ലീറ്റ് സർക്കിളും ബബിൾ ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ജെൻഡർ മെയിൽ ആണോ, ആൺകുട്ടി ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ അതും എന്താക്കുക, ബബിൾ ചെയ്തിടുക. എന്നിട്ട് സൈൻ ഓഫ് കാൻഡിഡേറ്റ്, നിങ്ങളുടെ സൈൻ എന്താണോ, ജസ്റ്റ് ഇതൊരു എന്തെങ്കിലും ഒരു സൈൻ ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ എക്സാക്ട് സൈൻ ഇടുക. ഇവിടെ ഇൻവിജിലേറ്റർ സൈൻ ആയിരിക്കും അവരിടുക. ഓക്കെ ആണല്ലോ. ഇനി എന്നിട്ട് പാർട്ട് എ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഓരോ 1 2 3 4 5 എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിന്റെ ആൻസർ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട്, ഇപ്പൊ ഒന്നാമത്തെ ആൻസർ സി ആണെങ്കിൽ ഇവിടെ സി എന്താക്കുക, ബബിൾ ചെയ്യാം. ഓക്കെ, എല്ലാത്തിന്റെയും ബബിൾ ചെയ്യണമെന്നില്ല. ഓക്കെ, നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് ഇപ്പൊ രണ്ടാമത്തെ ആൻസർ കിട്ടിയില്ല, മൂന്നാമത്തെ കിട്ടുന്നുള്ളൂ. അപ്പൊ ലാസ്റ്റേക്ക് അത് അവിടെ ഒഴിവാക്കി വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റൗണ്ട് ഇട്ട് വെക്കുക. ഇത് ഞാൻ ആൻസർ ചെയ്തിട്ടില്ല എന്ന് ലാസ്റ്റ് ഒന്നോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി, കൂടുതൽ സമയം വേണ്ടതാണെങ്കിൽ. അങ്ങനെ എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് എന്താക്കുക, ഓക്കെ, നിങ്ങൾക്ക് എന്താക്കുക, പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി കിട്ടോ എന്നുള്ളതാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഒരു കോപ്പി ഉണ്ടാകും, കാൻഡിഡേറ്റിന് ഒരു കോപ്പി ഉണ്ടാകും, ഒരു കാർബൺ കോപ്പി പോലെ ഉണ്ടാകും. അതുകൊണ്ട് ഇതിന്റെ എക്സാക്ട് ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കില്ല. അതുപോലത്തെ ഒരു എന്താ പറയാ, നിങ്ങൾ സ്കെച്ച് ചെയ്യല്ലേ, അതുപോലത്തെ ഒരു കോപ്പി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഐ ഹോപ്പ് സോ. ഓക്കെ, ദെൻ ആ ഒരു കാൻഡിഡേറ്റ് കോപ്പി എന്താകും, അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, വേണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ആൻസർ എന്താക്കുക, ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, പിന്നീട് വേണമെങ്കിൽ ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാം കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു പേപ്പർ അല്ലെങ്കിൽ എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ടിക്കറ്റ് കഴിഞ്ഞാൽ കൂടുതൽ സമയം പോവുമെങ്കിൽ അത് ഒഴിവാക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ടിക്കറ്റ് കഴിഞ്ഞാൽ എന്താക്കാം, നിങ്ങൾക്ക് വീണ്ടും ചെക്ക് ചെയ്യാം. നമ്മുടെ ലൈവ് കാണുന്ന സമയത്ത് ഇത്ര മാർക്ക് കിട്ടിയെന്ന് കൺഫേം ആവുകയും ചെയ്യും. ഓക്കെ, എക്സാം കഴിഞ്ഞിട്ട് ലൈവ് ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എപ്പോ തുടങ്ങും, എപ്പോഴാണ് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 2 എക്സാം ഉണ്ടല്ലോ, അത് എപ്പോഴൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ വരുന്നത് രാവിലെ 10:15 മുതൽ 12 മണി വരെയാണ്. ഓക്കെ, പക്ഷെ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ഫ്രണ്ടിലുള്ള പേജും കാര്യങ്ങളൊക്കെ എന്താക്കാം, ഫില്ല് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഫ്രീ ടൈം ആണ്. ഓക്കെ, ദെൻ ആ സമയത്ത് നിങ്ങൾക്ക് എന്താകില്ല, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടില്ലായിരിക്കും. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് 10:15 മുതലാണ്, ആക്ച്വലി 10:30 മുതലായിരിക്കും എക്സാക്ട് എക്സാം തുടങ്ങുക. 10:15 എന്ന് പറയുമ്പോൾ 10 മണിക്ക് അവിടെ ഉറപ്പായിട്ട് എത്തിയിരിക്കണം അല്ലെ. ഒരു 9:30 ആകുമ്പോൾ സ്കൂളിൽ എത്തിക്കോ, നിങ്ങൾക്ക് എന്താ ഡിസ്കസ് ഒക്കെ ചെയ്യാം. എന്നിട്ട് എക്സാക്ട് ഒരു 10 മണിയാകുമ്പോൾ ഈ ഒരു ഹാളിൽ കയറിയിരിക്കുക. എന്നിട്ട് ഓൾറെഡി രജിസ്റ്റർ നമ്പർ ഒക്കെ സെറ്റ് ആക്കി കണ്ടുവെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് എത്തിയാൽ മതി. ഓക്കെ, പിന്നീട് സെക്കൻഡ് പേപ്പർ ഉച്ചയ്ക്ക് 1:15 മുതലാണ്. ഓക്കെ, 12 മണി മുതൽ 1:15 വരെ ഗ്യാപ്പ് ഉണ്ട്. അതിൽ പ്രയറിന് പോകേണ്ട ആൾക്കാരെ പ്രയറിന് പോകാം, ഫുഡ് കഴിക്കേണ്ട ആൾക്ക് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് സെറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് വരിക. എന്നിട്ട് ബോട്ടിൽ വാട്ടറൊക്കെ എന്താക്കുക, റീഫിൽ ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ, 3 മണി വരെ ഉണ്ട്. അപ്പൊ അതുവരെ നമുക്ക് എന്താ ഡീഹൈഡ്രേറ്റ് ആയി പോകുന്നത്, അതുകൊണ്ട് വെള്ളം നിറച്ചു വെക്കുക. ഓക്കെ, ദെൻ അപ്പോഴേക്കും നമ്മുടെ ഫോണിന് ഇപ്പൊ നമ്മുടെ പെന്ന് അതൊന്നും കളഞ്ഞു പോയത്, ഹോൾ ടിക്കറ്റ് കളഞ്ഞു പോയത് രജിസ്റ്റർ നമ്പർ നമുക്ക് കാണാണ്ട് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അതിലേക്ക് സെക്കൻഡ് പേപ്പറിലും ഇതുപോലെ ഈ ഒരു സെയിം OMR ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടതുണ്ട് കേട്ടോ, മറന്നുപോലെ. നെക്സ്റ്റ്, ഇതിന്റെ എക്സാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഏതാ എക്സാം ആണ് ഫസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതെന്ന് പറയാൻ പോകുന്നത്. USS പരീക്ഷയ്ക്ക് 2 പേപ്പർ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് പേപ്പറിൽ 1ാം ഭാഷ. ഓക്കെ, നിങ്ങൾ ഏതാണോ ഏത് ലാംഗ്വേജ്
ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്തത്, ചിലപ്പോൾ അറബി, ഉറുദു, സംസ്കൃതം, മലയാളം, കന്നഡ, തമിഴ് ഇത് ഏതെങ്കിലും സെലക്ട് ചെയ്യണ്ടാവല്ലോ, അത് സെലക്ട് ചെയ്യുക. അത് ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് ബിയില് നിങ്ങളുടെ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി മിക്കവാറും മലയാളമായിരിക്കും, ചില ആൾക്കാരെ തമിഴ് ഉണ്ടാവും, കന്നഡ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഏതായാലും നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്തത് അത് എഴുതുക. നെക്സ്റ്റ് വൺ പാർട്ട് സിയിൽ മാത്സ് ആണ്. ഇത്രയുമാണ് ഫസ്റ്റ് പേപ്പറിൽ ഉള്ളത് കേട്ടോ. ഫസ്റ്റ് പേപ്പറിൽ ഇത്രയും, സെക്കൻഡ് ഈ ഒരു കളറുള്ള ഈ ഒരു ഫസ്റ്റ് പേപ്പറിൽ അതായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് പേപ്പറിൽ ഓക്കെ, അതിന് മുമ്പ് ഫസ്റ്റ് പേപ്പറിലെ മാർക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പേപ്പറിൽ പാർട്ട് എയിൽ 15 ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിൽ 15 ക്വസ്റ്റ്യൻ, പക്ഷെ 10 എണ്ണത്തിന് എഴുതിയാൽ മതി. 15 എഴുതിക്കോ, പക്ഷെ 10 എണ്ണം മാത്രം വാല്യുവേഷൻ ചെയ്യുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള 10 എണ്ണം, നല്ലൊരു ചാൻസ് ആണ്. ഓക്കെ, പാർട്ട് സിയിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാം ആൻസർ ചെയ്യണം. സെക്കൻഡ് പേപ്പർ ആണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെത്. ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഇത്രയും 3 പേപ്പറുകളാണ്, 3 പാർട്ട് ആയിട്ടാണ് സെക്കൻഡ് പേപ്പർ ഉച്ചയ്ക്ക് ശേഷമുള്ളത് ഉണ്ടാവുക. സെറ്റ് ആക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ അതിന്റെ മാർക്ക് 15 ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ ഉണ്ടാവുക, എല്ലാത്തിനും ആൻസർ എഴുതണം. ബേസിക് സയൻസ് 20 ഉണ്ടാവും, 15 എണ്ണത്തിനാണ്, ആ 15 ശരിയായിട്ടുള്ളതാണ് സെലക്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ സോഷ്യൽ സയൻസ് ആണ്, 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതും 15 എണ്ണം മാത്രമാണ് എന്താക്കുക പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, 20 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് സെറ്റ് ആക്കി എഴുതിക്കോ. അതിൽ 15 എണ്ണം ശരിയായാൽ സെറ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്നുള്ളത് സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള യോഗ്യത എത്ര മാർക്ക് കിട്ടിയാൽ ജയിക്കും എന്നുള്ളതാണ്. 90 മാർക്കിൽ 63 സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആക്ച്വലി 90 എന്ന് പറയാൻ കഴിയില്ല, അതിലധികം ഉണ്ട്, കുറെ നമ്മൾ 90 എണ്ണം മാത്രമേ വാല്യുവേഷൻ ചെയ്യുന്നുള്ളതാണ്. ഏതായാലും 63 മാർക്ക്, ആക്ച്വലി 70% ഓഫ് ദ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കോളർഷിപ്പിന് USS ആസ്പിറൻസ്, USS കിട്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ള ആ ഒരു വിന്നേഴ്സ് ആയിട്ട് മാറുകയാണ്, അച്ചീവേഴ്സ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അതിൽ കൂടുതലോ കിട്ടിയാൽ ഡെഫിനറ്റ്ലി. പിന്നെ മറ്റു ആൾക്കാർ ചോദിച്ചു റീവാലുവേഷൻ അവസരം ഉണ്ടോ? ഓക്കെ, റീവാലുവേഷൻ അവസരമാണ്. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു റീവാലുവേഷൻ ഉണ്ടാവും? നോ, ഇതൊരു OMR ഷീറ്റിൽ നടത്തുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതിൽ റീവാലുവേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല, റീവാലുവേഷൻ ഇല്ല കേട്ടോ, അതിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് വൺ ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ആരാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് ചോദിച്ചിരുന്നു. ഗിഫ്റ്റഡ് ചൈൽഡ് ആരാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ആരാണ് എന്ന് ചോദിച്ചിരുന്നു കുറെ ആൾക്കാർ ഓൺലൈനിലൊക്കെ. അതിനുള്ള മറുപടിയാണ് ഇവിടെ. ഒരു ജില്ലയിൽ നിന്ന്, ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 40 കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുക. 40, ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 40 പേരെയാണ് സെലക്ട് ചെയ്യുക. അതിൽ തന്നെ 30 പേരെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ആൾക്കാരെ 30 എണ്ണം സെലക്ട് ചെയ്യും. പിന്നെ എന്തുണ്ട്, കൺസെഷൻ ഉണ്ട്. ആർക്ക് OBC നിന്ന് 2 ആളെ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്യും. OEC 2, SC 2, ST 2, CWSN നിന്ന് 2. ഇൻ കേസ് ഇവരൊന്നും ഇല്ലെങ്കിൽ ഓപ്പൺ വിഭാഗത്തിൽ നിന്ന് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ 40 ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് ഉണ്ടാവുക. നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആള് എന്ന് പറയപ്പെടുന്ന, മീൻസ് അത്രയും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാരായിട്ട് സെലക്ട് ചെയ്യാറാണ്. ഇത്രയും 40 പേരെയാണ് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് എന്താക്കുക എക്സാം എഴുതുക. സൈലത്തിന്റെ ഓൾ ദ ബെസ്റ്റ് തരികയാണ്. എല്ലാവരും സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് ഫുൾ മാർക്കുമായിട്ട് നിങ്ങൾ എല്ലാവരും ഗിഫ്റ്റഡ് ആകുമെന്ന് അറിയില്ല, എല്ലാവരും ഗിഫ്റ്റഡ് ആവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും സൈലത്തിന്റെ ലൈവ് കണ്ട എല്ലാവരും USS ലഭിക്കും, അല്ലെങ്കിൽ അത് പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ USS അടിപൊളിയായിട്ട് പാസ്സാവുമെന്ന് വലിയ വിശ്വാസമുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലൈവ് ഒക്കെ കണ്ടല്ലോ, നിങ്ങൾ സെറ്റ് ആയല്ലോ, സൈലത്തിന്റെ കുറെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ കണ്ടല്ലോ, അതിന് അവസാനം നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് സൈലം എന്നുള്ളത് നിങ്ങൾ എന്താക്കുക കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, എക്സാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ നമ്മൾ വായിച്ചു നോക്കും നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്, സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്. എക്സാമിന് ശേഷം കമന്റ് ചെയ്യാം, ഇപ്പൊ വേണമെങ്കിൽ ഇത് കണ്ടതിന് ശേഷം അതും കമന്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അപ്കമിംഗ് ഇയേഴ്സിലൊക്കെ നിങ്ങൾ, ആക്ച്വലി നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ പേര് ഈ ഒരു USS എക്സാം കഴിയുന്നതോടുകൂടി 8ാം ക്ലാസ് എന്ന് മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 8ാം ക്ലാസ്സിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്, ഇതുപോലെ തന്നെ NMMSന്റെ വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതാണ്. സോ യു ഗൈസ് ഹാവ് ടു സബ്സ്ക്രൈബ് ഫോർ മോർ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ഐക്കൺ അമർത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇരുന്നാണ്. മറന്നു പോണ്ട. വൺസ് അഗെയിൻ വി ആർ ഗിവിംഗ് ദ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാം അടിപൊളിയായിട്ട് ഇതിനു ശേഷം കമന്റ് ബോക്സിൽ കാണാം. ബൈ ബൈ.